ഈ സുരേഷ് ഗോപി ഉണ്ടാക്കിയ ഒരു ഓളമുണ്ടല്ലോ, അദ്ദേഹത്തിന് ജയിക്കുവാനും കഴിഞ്ഞു. അത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം എത്രത്തോളം ഈ മണ്ഡലത്തിലുണ്ട്? അദ്ദേഹം ഇപ്പം ഞാൻ 2-3 കുടുംബയോഗത്തിന് വന്നു. ഇനിയിപ്പോൾ മോദിജി വരുമ്പോണ്ട്, അത് കഴിഞ്ഞ് വീണ്ടും കുടുംബയോഗങ്ങൾക്ക് അദ്ദേഹം വരുന്നുണ്ട്. അദ്ദേഹത്തിന് നല്ല സപ്പോർട്ടുണ്ട്. എന്തെങ്കിലും ചെറിയ തെറ്റുകൾ കണ്ട അപ്പം എന്നെ വിളിക്കും, അവിടെ കുറവാണ് കേട്ടോ, ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, എന്നാലും ചേച്ചി ഒന്നും കൂടി ഒന്ന് ഫോളോ അപ്പ് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞ് ഒരു സ്വന്തം ബ്രദർ നിൽക്കണ മാതിരി എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. അതൊരു രാഷ്ട്രീയ ബന്ധമല്ല ഒരിക്കലും. അദ്ദേഹത്തെ തൃശ്ശൂർ മണ്ഡലത്തിൽ സഹായിച്ചത് ക്രൈസ്തവ വിഭാഗമാണ്. അവർ അദ്ദേഹത്തെ മനസ്സറിഞ്ഞ് അദ്ദേഹത്തെ സഹായിച്ചു, അല്ലെങ്കിൽ ഇത്രയും വലിയ ഭൂരിപക്ഷം അദ്ദേഹത്തിന് കിട്ടുകയില്ല. ആ ഒരു പിന്തുണ തുടർന്നുകൊണ്ട് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയില്ല, വേറൊരു കാര്യം. അത് ശ്രീമതി പത്മജ വേണുഗോപാലിന് കിട്ടുമോ? എനിക്ക് എല്ലാം ഒന്നും കിട്ടുമെന്ന് ഞാൻ നുണ പറയാൻ ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ നല്ലൊരു വിഭാഗത്തിൻ്റെ വോട്ട് എനിക്ക് കിട്ടും. കാരണം എനിക്കുണ്ട് ഇവിടെ ബന്ധങ്ങളും സ്വന്തങ്ങളും. എന്താ പറയേണ്ടത്, കോൺഗ്രസ്സിൽ നിൽക്കുന്ന പല ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. അവരൊക്കെ ഉറപ്പായിട്ടും അവരെന്നെ ആരൊക്കെയോ അങ്ങനെ എതിര് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ പ്രഷർ വോട്ട് ബി ജെ പിക്കും അവർ, കാരണം ബി ജെ പിക്ക് എതിരെ പറയുന്നവരുണ്ടായില്ല. അപ്പോൾ പറഞ്ഞു അതൊന്നും നമ്മൾ നോക്കണ്ട, പത്മേച്ചിക്ക് ഒരു വോട്ട് ചെയ്യും എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ താമരയുണ്ട് അവിടെ. ഉണ്ട്. പക്ഷെ താമരയിൽ വോട്ട് ചെയ്യാൻ അവർക്ക് മടിയില്ലല്ലോ. സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത് അവർക്കത് ഇതായത്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, അത് മാത്രമല്ല, ബി ജെ പിയിൽ നിങ്ങൾ വിചാരിക്കുന്നേക്കാളും പല ആളുകളും ഓരോ സമയത്തും മാറി. ഞാൻ ഈ ഇലക്ഷൻ തുടങ്ങിയ സമയത്തും പലരും മാറുന്നുണ്ട്. ഞാനൊരു വീട്ടിൽ പോയപ്പോൾ 8 ക്രിസ്ത്യൻ കുടുംബങ്ങളാണ് എൻ്റെ മുമ്പിൽ വെച്ചിട്ട് മാറിയത്. അതും വലിയ അങ്ങനെയല്ല, ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ട് ഞാൻ അന്തം വിട്ടുപോയി. അപ്പോൾ ഞാൻ എന്നിട്ട് ഇവർ ഏതാ കമ്മ്യൂണിറ്റി എന്ന് വെച്ചപ്പോൾ ക്രിസ്ത്യനാണ്. അപ്പോൾ ആ രീതിയിലേക്ക് എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ ഇലക്ഷൻ കൂടി കഴിഞ്ഞാൽ നല്ലൊരു ഇതിലേക്ക് ബി ജെ പി മാറും. പക്ഷെ എന്നാലും കെ കരുണാകരന്റെ മകൾ അയ്യോ ഈ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നു, ബി ജെ പിക്ക് വേണ്ടി വോട്ട് തേടുന്നു, അങ്ങനെ അടക്കം പറച്ചുകൾ ഇല്ലേ തൃശ്ശൂർ മണ്ഡലത്തിൽ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ഒന്നാമത് ഞാൻ വന്നിട്ട് 2 ഇതായി. പിന്നെ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കും നാട്ടുകാർക്കും അറിയാം എന്നെ ചവിട്ടി പുറത്താക്കിയതാണ് ഇവരെല്ലാം കൂടി. എന്നെ അപമാനിച്ച് എല്ലാത്തിനും മറ്റേ എന്താ പറയുക, ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പരാതി പറഞ്ഞാൽ അവിടെ ഇവിടെ ഇരുന്ന് കളിയാക്കലാണ്, അതേ വരുന്നു പരാതിക്കാരി എന്നാണ്. അപ്പം അത്ര അങ്ങോട്ട് മൈൻഡ് ചെയ്യണ്ട, അങ്ങനെ ഇരുന്നോട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. അച്ഛനോടുള്ള സ്നേഹമൊന്നും പല കോൺഗ്രസ് നേതാക്കൾ ഒരിക്കലും ഞാൻ അണികളെ പറയില്ല, അവർക്ക് ഇപ്പോഴും ഞാൻ ലീഡറുടെ മകളാണ്. പക്ഷെ കുറച്ച് ഇവരൊരു കോക്കസിൻ്റെ കയ്യിലാണ് ഇവിടെ പാർട്ടി. ആ കോക്കസ് തീരുമാനിക്കുന്ന ആ കാര്യം ഇവിടെ നടക്കുള്ളൂ. ഇവിടെ കാൻഡിഡേറ്റ്സിൻ്റെ എടുത്താലും അറിയാം. ഞാൻ ഈ ഇലക്ഷൻ കഴിഞ്ഞ് കാൻഡിഡേറ്റ് ആയിരിക്കുമ്പോൾ ഞാനൊന്നും പറയില്ല, അത് കഴിഞ്ഞാൽ ഞാൻ പറയാം എന്താ ഇവിടെ നടന്നത്. ഇത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഇത്തവണ വളരെ തന്ത്രപരമായ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് തന്നെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കി. അത് ആ നീക്കം എന്തിനാണെന്ന് താങ്കൾക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. കാരണം അവർ ശങ്കിച്ചിരുന്നു ഈ സുരേഷ് ഗോപിക്ക് പോയ വോട്ടുകൾ ചിലപ്പോൾ ഒരു പക്ഷേ ബി ജെ പിയിലേക്ക് പോയേക്കാമെന്ന്. അപ്പോൾ ആ നീക്കം ബി ജെ പിക്ക് ഒരു തിരിച്ചടിയല്ലേ താങ്കൾക്ക്? അല്ല, കാരണം അതാ ഞാൻ പറഞ്ഞേ, ഒരാൾക്ക് മാത്രം, ഒരു ക്രിസ്ത്യൻ ആയതുകൊണ്ട് മാത്രം അയാൾക്ക് വോട്ട് കിട്ടണമെന്നില്ല. എൻ്റെ അച്ഛൻ്റെ അടുത്ത സുഹൃത്തുക്കൾ മുഴുവൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നായിരുന്നു. അപ്പോൾ ഇവിടെ ആ തന്ത്രം ആക്കിയൊന്നുമല്ല. എങ്ങനെ, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് ഇവിടെ വരാം. കാരണം 40 കൊല്ലമായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം മേയർ ക്രിസ്ത്യൻ ആണെങ്കിൽ ഇവിടെ ഹിന്ദു, അങ്ങനെയൊക്കെയാണ് എപ്പോഴും അങ്ങനെയായിരിക്കും. പക്ഷേ 40 കൊല്ലത്തിന് ശേഷമാണ് ഒരു നായർ മാറിയിട്ട് ഇവിടെ ചന്ദ്രമോഹനാണ് സീറ്റ് കൊടുക്കേണ്ടിയിരുന്നത്. അദ്ദേഹത്തിന് കൊടുത്തിരുന്നെങ്കിൽ ഈ ആക്ഷേപം കേൾക്കില്ലായിരുന്നു. അത് കൊടുക്കാണ്ട് ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ കൊണ്ടുവന്നതോട് കൂടിയിട്ട് ആ ബന്ധങ്ങളുണ്ട്, ഹിന്ദുക്കൾ ക്രിസ്ത്യൻസൊക്കെ കൂടിയിട്ടുള്ളൊരു, അതാണ് തകരുന്നത് ഇവിടെ. അതിൽ എല്ലാവർക്കും വലിയ വിഷമമുണ്ട്. അത് ഈ പറഞ്ഞ എനിക്കും ഉണ്ട്. കാരണം അന്ന് തറമ്പിൽ അങ്ങനെ അത് കഴിഞ്ഞ് ഞാനൊക്കെ നായർ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാരാണ് വന്നിരുന്നത്. ആദ്യമായിട്ടാണ് ഒരു കോൺഗ്രസ് ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് ഇവിടെ വരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.